ഒരു ബ്രാൻഡിങ് വർക്ക് കിട്ടുമ്പോൾ ഞാൻ ചെയ്യൽ ഒരു നല്ല ഭംഗിയുള്ള ലോഗോ ഉണ്ടാക്കി കൊടുക്കുക, ക്ലയൻറ്റിനെ കുറച്ച് ഇമ്പ്രസ് ആക്കിയാൽ മതി, നല്ല കളർ പാലറ്റ്സൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പം എൻ്റെ മനസ്സിൽ അതായിരുന്നു ബ്രാൻഡിങ്. ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ മൾട്ടിമീഡിയ എടുത്ത് പഠിച്ചത്. ഡിസൈനിങ് ഒന്നും എൻ്റെ ലിസ്റ്റിലുണ്ടായില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന ഫോട്ടോഗ്രാഫി അങ്ങനെ ഒരു സ്റ്റുഡിയോ ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫി ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കതിൽ പഠിക്കുന്ന സമയത്ത് വലിയ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അതിൽ കുറച്ചും കൂടി സ്റ്റുഡിയോ ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫി ആയതുകൊണ്ട് തന്നെ എൻ്റെ കുറച്ചും കൂടി ലാൻഡ്സ്കേപ്പ്, നേച്ചർ കൈൻഡ് ഓഫ് ഫോട്ടോഗ്രാഫി ആയിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ഫോട്ടോഗ്രാഫി അല്ലാതെ കുറച്ചും കൂടി ഫോട്ടോഗ്രാഫി ആയിട്ട് തന്നെ കുറച്ചും കൂടി കണക്റ്റ് ആക്കാൻ തോന്നിയത് ഗ്രാഫിക് ഡിസൈൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡിസൈനിലേക്ക് അതിൻ്റെ പിന്നെ ഇൻട്രസ്റ്റ്. ഫോട്ടോഗ്രാഫിയിൽ ചെയ്ത പോലെ അതിലും എക്സ്പെരിമെൻ്റ് ചെയ്ത് തന്നെ പഠിക്കാൻ തുടങ്ങി. പിൻട്രസ്റ്റിൽ കുറേ നല്ല നല്ല ഇൻസ്പിറേഷൻസ് കണ്ട് അതിൽ കുറേ എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് അത് ഡിസൈനും ഒരു ഇഷ്ടപ്പെട്ടൊരു ഫീൽഡായി മാറി. അപ്പോൾ കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏത് ഫീൽഡ് ചൂസ് ചെയ്യണമെന്ന് വല്ല സംശയം ഉണ്ടായില്ല. ഞാൻ ഡിസൈനിലേക്ക് തന്നെ ഇങ്ങനെ പോകാൻ നോക്കിയുള്ളൂ. അപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഏത് ഫീൽഡിലേക്ക് പോകണമെന്ന് എനിക്ക് വലിയ ഡൗട്ടൊന്നും ഉണ്ടായില്ല. ഞാനൊരു ഏജൻസിയിൽ ഫുൾ ടൈമായിട്ട് ഒരു ഗ്രാഫിക് ഡിസൈനറായിട്ട് കയറി. അവിടെ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അവിടെ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഞാനൊരു മോഷൻ ഗ്രാഫിക് ഡിസൈനറും ആയി മാറി. മോഷൻ ഡിസൈനിലേക്കും എൻ്റെ ഇൻട്രസ്റ്റ് പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ചെയ്യുന്നതിലും എനിക്കിതൊരു സാറ്റിസ്ഫാക്ഷൻ പോയി തുടങ്ങി. എനിക്ക് ഇതിലും വേറെ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഡിസൈനിലെന്ന് തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു. ബ്രേക്ക് എടുത്ത് ഞാൻ വിചാരിച്ചത് ഞാൻ UI/UX മാറും, എനിക്ക് അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ബ്രേക്ക് എടുത്തത്. അപ്പം അത് ഇങ്ങനെ ഓൺലൈനായിട്ട് പഠിക്കുന്ന സമയത്താണ് ഞാൻ ഹാരിസ് ആൻഡ് കോയിലെ ഒരു ആഡ് കാണുന്നതും അതിൻ്റെ ബ്രാൻഡിങ് കോഴ്സിനെ പറ്റി അറിയണതും. അവരുടെ ഡെമോ ക്ലാസ്സിൽ കയറി നോക്കി. എനിക്ക് അവരുടെ ഒരു ബ്രാൻഡിങ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ പൊതുവേ ബ്രാൻഡിങ് ചെയ്ത് കൊടുക്കൽ, ഒരു ബ്രാൻഡിങ് വർക്ക് കിട്ടുമ്പോൾ ഞാൻ ചെയ്യൽ ഒരു നല്ല ഭംഗിയുള്ള ലോഗോ ഉണ്ടാക്കി കൊടുക്കുക, ആ ഒരു മൈൻഡിലാണ് എപ്പോഴും സംഭവങ്ങൾ ചെയ്യാറ്. ലോഗോ ഭംഗിയുള്ളതാക്കുക, ക്ലയൻറ്റിനെ കുറച്ച് ഇമ്പ്രസ് ആക്കിയാൽ മതി, നല്ല കളർ പാലറ്റ്സൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പം എൻ്റെ മനസ്സിൽ അതായിരുന്നു ബ്രാൻഡിങ്. എൻ്റെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പം എൻ്റെ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നവരുടെയും ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു ഹാക്കിയിലെ കോഴ്സ് എടുത്ത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിനപ്പുറം ക്ലയൻസിന് അങ്ങനെ ഒരു കൺവിൻസ് ആക്കുന്നതിനപ്പുറം വേറൊരു പരിപാടി ബ്രാൻഡിങ്ങിലുണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്, മനസ്സിലായത്. ബ്രാൻഡിങ്ങിനൊരു റിസർച്ച് പ്രോസസ്സ് ഉണ്ട്, ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ക്ലയൻറ്റിനെ വെറുതെ ഇമ്പ്രസ് ചെയ്യൽ മാത്രമല്ല ബ്രാൻഡിങ് എന്നുള്ളൊരു പരിപാടി എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. അതുപോലെ ക്ലയൻറ്റ് പണ്ടിപ്പോൾ ഒരു ലോഗോ കിട്ടുമ്പോൾ ക്ലയൻറ്റ് കുറേ റെഫറൻസ് സ്റ്റൈലുകൾ തരും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറി ക്ലയൻറ്റിൻ്റെ ബ്രാൻഡിങ്ങിനെ പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കായി. ക്ലയൻറ്റിനോട് ഇതാണ് വർക്ക് ചെയ്യുള്ളൂ, അത് വർക്കാവില്ല എന്നുള്ളൊരു സംഭവം പറയാൻ ഉള്ള ലെവലിലേക്കും ഹാക്കിലെ കോഴ്സിന് കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റുന്നുണ്ട്. അതുപോലെ ആ ഒരു കോഴ്സ് കഴിഞ്ഞപ്പോഴും എൻ്റെ കയ്യിലൊരു നല്ലൊരു ബ്രാൻഡിങ് പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് പ്രോട്ടീര എന്ന് പറഞ്ഞൊരു ബ്രാൻഡിങ് പ്രൊജക്റ്റ്, ഒരു പ്രോട്ടീൻ ബാറിൻ്റെ ബ്രാൻഡ്. അതും അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡിങ് ആയിരുന്നു. അതുപോലെ അത് വേൾഡ് ബ്രാൻഡ് ഡിസൈൻ സൊസൈറ്റി എന്നുള്ളൊരു വെബ്സൈറ്റിൽ ഫീച്ചറായിട്ട് വന്നൊരു ബ്രാൻഡിങ് ആണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരു അച്ചീവ്മെൻ്റായിട്ട് തോന്നി. അതുപോലെ ജസ്റ്റ് ലോഗോ മാത്രമല്ല ഞാൻ ഉണ്ടാക്കിയത്, ഞാനൊരു റിയൽ ബ്രാൻഡ് പോലെ ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഒരു റിയൽ ബ്രാൻഡായിട്ട് ഫീൽ ചെയ്യണ ഒരു ബ്രാൻഡായിട്ട് അത് മാറി. അപ്പോൾ ഹാക്കിലെ ബ്രാൻഡിങ് കോഴ്സ് ഓൺലൈനായിട്ടായിരുന്നു. അപ്പോൾ ഞാനത് കോഴ്സിന് ചേരുമ്പോഴും വീട്ടിൽ ഓൺലൈൻ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എന്നുള്ളത്. എനിക്കത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരുന്നു. കാരണം എൻ്റെ സ്പേസിലിരുന്ന് പഠിക്കാൻ പറ്റുന്നത് എനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നില്ല. എനിക്കങ്ങനെ ഒരു ഡിസ്ട്രാക്ഷനും കാര്യങ്ങളും ഇല്ലാതെ പഠിക്കുന്നതാണ് എനിക്കും ഇഷ്ടം. പിന്നെ അതുപോലെ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് മെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ലേണിംഗ് പ്രോസസ്സും കാര്യങ്ങളും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എനിക്കതുകൊണ്ട് പോസിബിളായിരുന്നു. ഞാൻ അതിൻ്റെ എഫേർട്ട് എടുത്തതുകൊണ്ടും ഒരു നല്ലൊരു ബ്രാൻഡ് ഉണ്ടാക്കാനും പറ്റി.